Hi friends, welcome back. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഒരു പുഡിംഗ് ഉണ്ടാക്കാം. അതും നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ചൈന ഗ്രാസോ അതേപോലെ ജലാറ്റിനോ അങ്ങനെ ഒന്നുമില്ലാണ്ട് ഫുള്ളി ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇത്. നമ്മൾ മക്കൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാവുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഈ പഴമൊക്കെ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്, അവർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞത് ആദ്യം തന്നെ തേങ്ങാപ്പാൽ, നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ എടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂണ് കൂവപ്പൊടിയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്യണത് കൂവപ്പൊടിയാണ്. ബാക്കിയുള്ള നമ്മളിപ്പോൾ എന്താ പറയുക, ചൈന ഗ്രാസോ അല്ലെങ്കിൽ കോൺഫ്ലവറോ അങ്ങനത്തെ ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പോൾ 2-3 ടേബിൾ സ്പൂണ് കൂവപ്പൊടി ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. പിന്നെ ഇനി അതിലേക്ക് ആവശ്യം കുറച്ച് നമ്മൾ ഏലക്കായ പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പിന്നെ നമുക്ക് മധുരത്തിന് അത്യാവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇത്ര മാത്രമേ നമുക്ക് അതിലേക്ക് വേണ്ടുള്ളൂ. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കാരണം നമ്മുടെ ഈ കൂവപ്പൊടി ആയതുകൊണ്ട് ഒന്നിങ്ങനെ കട്ട പിടിച്ചിങ്ങനെയൊക്കെ എടുക്കില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതായിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ക്ലിയറായിട്ട് തരി ഇല്ലാണ്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ ഈ കുറുക്കണ ടൈമിൽ അത് കട്ട പിടിച്ചിട്ട് കെടുക്കും. സെറ്റാക്കിയിട്ട് ഒരു ഭാഗത്ത് വെക്കുക. ഇനി അതിലേക്ക് നമുക്ക് പഴം വാട്ടിയെടുക്കണം. നേന്ത്രപ്പഴം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 3 നേന്ത്രപ്പഴം, ഒരു മീഡിയം വലുപ്പത്തിലുള്ള 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നെയ്യിൽ, പശു നെയ്യിലാണ് നമ്മൾ ആക്കണത്. അപ്പോൾ ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് നമ്മളിതൊന്ന് വാട്ടിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് മധുരം ആഡ് ചെയ്തു. നമ്മൾ ആ മിക്സ് ഉണ്ടാക്കി വെച്ചാലും കുറച്ച് മധുരം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഓവറായിട്ട് മധുരം ഇതിലിടണ്ട, അപ്പോൾ കുറച്ച് മധുരം ഇട്ടാൽ മതി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. കാരണം ആ ഒരു കുറച്ചൊന്ന് വെന്ത് കിട്ടണം. ഇതാ ഏകദേശം നമ്മുടെ പഴം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആ പാലിൻ്റെ മിക്സ് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ആ പാനിൽ തന്നെ നമ്മൾ മുന്നെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അത് കട്ട പിടിക്കാതെ നല്ലപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. അത് നല്ല പോലെ എന്താ പറയുക, അങ്ങനെ കുറുക്കി വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളിത് സെറ്റായിട്ട് വരുന്നുണ്ട്. അടിയൊക്കെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ അടി പിടിക്കാതെ ഇങ്ങനെ കട്ട കുത്താതെ ഒന്ന് എപ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ. അത് നമ്മൾ കൈ എടുക്കരുത്. അപ്പോൾ നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ മുന്നെടുത്ത് വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ മിക്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് രണ്ടും നല്ല പോലെ ഒന്ന് യോജിച്ചെടുപ്പിക്കണം. ഒന്ന് യോജിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഒന്നും കൂടെ നല്ല കുറുകിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ഈ അലുവ മുറിച്ചെടുക്കണ പോലെ നമുക്ക് അങ്ങനെ കിട്ടണം. അതേപോലെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണ് ഈ ഒരു പാലിലേക്ക് പറ്റണില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കൂടുതൽ കൂവപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ കട്ടിയിൽ കിട്ടും. അപ്പോൾ അത് രണ്ടും നല്ല പോലെ സെറ്റായിട്ട് വരുന്നുണ്ട്. മക്കൾക്കും അതേപോലെ വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു എന്താ പറയുക ഈവനിങ് സ്നാക്സ് എന്നാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് കേട്ടോ. ഇത് നമ്മൾ മക്കളൊക്കെ ഈ പഴം കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് അങ്ങനെ അധികം പഴത്തിൻ്റെ ആ ടേസ്റ്റ് ഒന്നും എടുക്കണില്ല. നല്ല നമ്മൾ ഇതൊക്കെ ഇടുന്നുണ്ടല്ലോ, എന്താ പറയുക, ഏലക്കായൊക്കെ ഇടുന്ന കാരണം അധികമായി പഴത്തിൻ്റെ ടേസ്റ്റ് കൊടുക്കില്ല. പിന്നെ നമ്മളിത് ആദ്യം തന്നെ പഴം വഴറ്റിയ കാരണം ആ ഒരു പഴത്തിൻ്റെ പച്ച ചോയ എടുക്കില്ല. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സ്റ്റീൽ പാത്രത്തിൽ ഇതേപോലെ കുറച്ച് പശു നെയ്യ് പുരട്ടിയിട്ട് നമ്മളതൊന്ന് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അല്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു
മിക്സ് നല്ല സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിൽ തന്നെ സെറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് കാഷ്നട്ടോ കിസ്മിസോ അങ്ങനെ എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇടാം. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതൊന്നും വാങ്ങിക്കാൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ നമ്മൾ വറുത്തിട്ട് അതൊന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു തേങ്ങ നമ്മൾ ഒന്ന് എന്താ പറയുക, ഇതേപോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.